Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ EST 120 ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ നമ്പർ 2ൽ നിന്നുള്ള തേർഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ബിൽഡിംഗ് മെറ്റീരിയലായ ബ്രിക്സ് ആണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ സ്റ്റോൺസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ലെക്ചറിൽ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺസും അതിൻ്റെ യൂസും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എങ്കിലും നമുക്ക് ഈ ഒരു ലെക്ചറിൽ അത് ഒന്ന് പെട്ടെന്ന് ഒരു ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സൊക്കെ തന്നെയാണ്. നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ച് കാണും. ഇഗ്നിയസ് റോക്സ്, മെറ്റാമോർഫിക് റോക്സ്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ലെക്ചറിലും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിൽഡിംഗ് സ്റ്റോൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് സിലബസിൻ്റെ അകത്ത് ഈ സ്റ്റോൺസിനെ പറ്റിയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്സാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 2ലെ സർവേയിങ്ങും ബ്രിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് സ്റ്റോൺസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ സിലബസിൽ പ്രത്യേകം പറഞ്ഞേക്കുന്നത് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് സ്റ്റോൺ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ എന്തൊക്കെയാണ്, അതേപോലെ ടൈപ്സ് ഓഫ് സ്റ്റോൺസും അതിൻ്റെ യൂസസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റോൺസിനെ പറ്റിയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഡെഫിനീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Stones are naturally occurring, compact, solid and massive material that make the crust of the earth. Technically, stones are called rocks. The rocks occur in great variety. The rocks possesses suitable properties often found using building stone. It follows that all building stones are rocks in nature. All rocks may not be useful for as building stones. Okay. അപ്പോൾ ടെക്നിക്കലി സ്റ്റോൺസിനെ തന്നെയാണ് നമ്മൾ റോക്സ് എന്നും പറയുന്നത്. റോക്സ് ഒരുപാട് വെറൈറ്റിയിൽ നമുക്ക് ഈ നേച്ചറിൽ അവൈലബിൾ ആണ്. സ്റ്റോൺസ് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. പല സ്ട്രക്ചേഴ്സിൻ്റെ പല കമ്പോണൻസിൽ നമ്മൾ സ്റ്റോൺസിൻ്റെ വർക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇനി എല്ലാ റോക്സും പക്ഷേ ബിൽഡിംഗ് സ്റ്റോൺസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഏതൊക്കെയാണ് യൂസ്ഫുൾ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് നോക്കാം. ഇനി ഈ ഒരു സ്ലൈഡിൽ ഞാൻ 3 പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതായത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള 3 സ്ട്രക്ചേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഈജിപ്തിലൊക്കെ ഉള്ള പിരമിഡ്, 2 നമ്മുടെ ഇന്ത്യയിലെ തന്നെ വണ്ടറായിട്ടുള്ള താജ്മഹൽ, 3ാമത്തത് ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഈ 3 സ്ട്രക്ചറും തന്നെ വളരെ ഫേമസുമാണ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ട്രക്ചറാണ്. ഇത് 3ഉം സ്റ്റോൺസ് വെച്ചിട്ടാണ് മെജോറിറ്റി അതിൻ്റെ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. സ്റ്റോൺസ് ആണ് അതിൻ്റെ ഹൈലൈറ്റ് പോർഷൻ. അപ്പോൾ തന്നെ ഈ സ്റ്റോണിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ, നമ്മുടെ ബിൽഡിംഗ് ഹിസ്റ്ററിയിലൊക്കെ സ്റ്റോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ. ദ ബിൽഡിംഗ് സ്റ്റോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ 3 ways: ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ബിൽഡിംഗ് സ്റ്റോൺസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ജിയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ. ഈ ഫിസിക്കലിനെ തന്നെയാണ് നമ്മൾ സ്ട്രക്ചറലി എന്നും പറയുന്നത്. ഇനി ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ 3 types ഓഫ് റോക്ക് ഉണ്ട്: ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ താഴെ സ്ട്രാറ്റിഫൈഡ് റോക്ക്, അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്, ഫോളിയേറ്റഡ് റോക്ക്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ താഴെ സിലീഷ്യസ് റോക്ക്, ആർജിലേഷ്യസ് റോക്ക്, കാൽഗേരിയസ് റോക്ക്. അപ്പോൾ അങ്ങനെ ഇത്രയും വെറൈറ്റീസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഫോർമേഷൻ ഓഫ് റോക്ക് ഫ്രം വിച്ച് building stones are obtained. There are 3 main group recognized: igneous, sedimentary and metamorphic. അപ്പോൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ റോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, നാച്ചുറലി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ, ആ മോഡ് ഓഫ് ഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജിയോളജിക്കലി റോക്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇഗ്നിയസ് റോക്കാണ്. അപ്പോൾ ദ ഗ്രീക്ക് വേർഡ് ഇഗ്നിസ് മീൻസ് ഫയർ. The Greek word ignis means fire. All these rocks
of earth that have been formed by the natural process of cooling and crystallization from originally hot and molten magma are grouped as igneous rocks. They are the most abundant rock in the crust when considered depth wise. അപ്പോൾ സിമ്പിളായിട്ട് ഇഗ്നിയസ് റോക്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാവും അല്ലേ. വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മോൾട്ടൺ ആയിട്ടുള്ള മാഗ്മ പുറത്തേക്ക് തെറിച്ച് വീഴും. അങ്ങനെ ഉണ്ടാകുന്ന ഈ മാഗ്മ കൂള് ചെയ്ത് ക്രിസ്റ്റലൈൻ ചെയ്ത് കിട്ടുന്ന റോക്കിനാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. എർത്തിൻ്റെ ക്രസ്റ്റിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കൂടുതലായിട്ട് കാണുന്ന ടൈപ്പ് റോക്ക് ഇഗ്നിയസ് റോക്സ്. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ മോൾട്ടൺ മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ദ ഇൻസൈഡ് പോർഷൻ ഓഫ് ദ എർത്ത് സർഫസ് ഈസ് നോൺ ആസ് മാഗ്മ. എർത്ത് സർഫസിൻ്റെ അകത്ത് മോൾട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലിനാണ് നമ്മൾ മാഗ്മ എന്ന് പറയുന്നത്. ദിസ് മാഗ്മ ഒക്കേഷണലി കംസ് ഔട്ട് ടു ദ എർത്ത് സർഫസ് ത്രൂ വോൾക്കാനോസ്. ഈ എർത്ത് സർഫസിൻ്റെ അകത്തിരിക്കുന്ന മാഗ്മ വോൾക്കാനിക് എറപ്ഷൻസ് വഴി നമ്മുടെ എർത്ത് സർഫസിൻ്റെ പുറത്തേക്ക് വരും. ദ റോക്സ് വിച്ച് ആർ ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മാഗ്മ ആർ നോൺ ആസ് ഇഗ്നിയസ് റോക്സ്. അങ്ങനെ പുറത്തേക്ക് തെറിച്ച് വീഴുന്ന മാഗ്മ കൂൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റോക്കാണ് ഇഗ്നിയസ് റോക്ക്. ദ പോർഷൻ ഓഫ് ലാവ കംസ് ഔട്ട്സൈഡ് ദ സർഫസ് cools quickly and forms a rock of non-crystalline nature called trap or basalt. അപ്പോൾ ആദ്യം ഇങ്ങനെ തെറിച്ച് വീഴുന്ന മാഗ്മ പെട്ടെന്ന് കൂൾ ചെയ്തിട്ട് നോൺ ക്രിസ്റ്റലൈൻ നേച്ചറിലുള്ള ട്രാപ്പ് അല്ലെങ്കിൽ ബസാൾട്ട് ആയിട്ടാണ് മാറുന്നത്. ദ റസ്റ്റ് വിച്ച് റിമെയിൻ ഇൻസൈഡ് ദ എർത്ത് അണ്ടർഗോസ് കൂളിംഗ് അറ്റ് സ്ലോ റേറ്റ് ആൻഡ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് റോക്ക് ഓഫ് ക്രിസ്റ്റലൈൻ വെറൈറ്റി നോൺ ആസ് ഗ്രാനൈറ്റ്. അപ്പോൾ ഇഗ്നിയസ് റോക്സിൻ്റെ അകത്ത് വരുന്ന 2-3 ടൈപ്പാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്: ട്രാപ്പ്, ബസാൾട്ട്, ഗ്രാനൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ടാകുമ്പോൾ ഇതേപോലെ മാഗ്മാസ് നമ്മുടെ എർത്തിൻ്റെ സർഫസിലേക്കൊക്കെ ഒലിച്ചു വീഴും. അത് കൂൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഗ്നിയസ് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇഗ്നിയസ് റോക്സ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത് സെഡിമെൻ്ററി റോക്കാണ്. ദീസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ weathering action of natural elements on the original rock and subsequent transportation by air, river, glacier, sea and deposition at different locality. അപ്പോൾ സെഡിമെൻ്ററി റോക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഡ്യൂ ടു വെതറിങ് ആക്ഷൻ. അപ്പോൾ ഓൾറെഡി നാച്ചുറലി ഒക്കേറിങ് ആയിട്ടുള്ള ഒറിജിനൽ റോക്ക് സബ്സിക്വൻ്റ് ആയിട്ട് പതുക്കെ ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കും. പല ആക്ഷൻ ഉണ്ട്. എയറിൻ്റെ എഫക്റ്റ് കൊണ്ടാകാം, റിവറിൻ്റെ എഫക്റ്റ് കൊണ്ടാകാം, ഗ്ലേഷ്യർ ആകാം, സീയുടെ എഫക്റ്റ് കൊണ്ടാകാം. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഏജൻറ്റ് നമ്മുടെ ഒറിജിനൽ റോക്കിൽ വന്ന് ടച്ച് ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകും. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ കോമൺ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു വലിയ റോക്ക് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത്. റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്, chemical deposit and organic deposit are the different types of sedimentary rock. അപ്പോൾ ഈ ഡെപ്പോസിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് സെഡിമെൻ്ററി റോക്കിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്, കെമിക്കൽ ഡെപ്പോസിറ്റ് ആൻഡ് ഓർഗാനിക് ഡെപ്പോസിറ്റ്. ഇനി നമുക്ക് സെഡിമെൻ്ററി റോക്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയെന്ന് നോക്കാം. ലാറ്ററൈറ്റ്, സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ ആൻഡ് ഷെയിൽ ആർ ദ കോമൺ ടൈപ്പ് ഓഫ് സെഡിമെൻ്ററി റോക്സ്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിളാണ് ലാറ്ററൈറ്റ്, സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ഷെയിൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണാൻ പറ്റും. ഇങ്ങനെ പല സ്ഥലത്തു നിന്നും വെതർ ആക്ഷൻ കൊണ്ട് ഒഴുകി വരുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്ന റോക്സ് പാർട്ടിക്കിൾസൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് സെഡിമെൻ്ററി റോക്കിൻ്റെ പല വേരിയേഷൻസ് ഫോം ചെയ്യും. അടുത്ത 3ാമത്തെ ക്ലാസിഫിക്കേഷൻ, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ 3ാമത്തെ ടൈപ്പാണ് മെറ്റാമോർഫിക് റോക്ക്. ഓക്കെ, അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാം. മെറ്റാ മീൻസ് ചേഞ്ച്, മോർഫ് മീൻസ് ഫോം. These are originally either igneous or sedimentary rock. മെറ്റാമോർഫിക് റോക്ക് ഇനീഷ്യലി അല്ലെങ്കിൽ ഒറിജിനലി അതൊരു ഇഗ്നിയസോ സെഡിമെൻ്ററി റോക്കോ ആണ്. ദ പ്രോസസ് ഫോർ ദെയർ ചേഞ്ച് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കെമിക്കൽ എൻവയൺമെൻറ്റ് ഈസ് കോൾഡ് മെറ്റാമോർഫിക് റോക്ക്. അപ്പോൾ ഓൾറെഡി ഒക്കേർഡിങ് ആയിട്ടുള്ള ഇഗ്നിയസ് റോക്കും സെഡിമെൻ്ററി റോക്കിലും എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസ് കൊണ്ടും പ്രഷർ ഇൻക്രീസ് കൊണ്ടും കെമിക്കൽ എൻവയൺമെൻറ്റിൻ്റെ പ്രസൻസ് കൊണ്ടും അത് കുറേ നാൾ ഇരുന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന ഒരു റോക്കിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാമോർഫിസം എന്ന് പറയുന്നത്.
ടെമ്പറേച്ചർ ചേഞ്ച്, പ്രഷർ ചേഞ്ച്, കെമിക്കൽ എൻവയൺമെൻറ്റ്, ഇതിൻ്റെയൊക്കെ എഫക്റ്റ് കൊണ്ട് ഒറിജിനലി ഉണ്ടായ ഇഗ്നിയസ് റോക്കോ സെഡിമെൻ്ററി റോക്കോ അതിൻ്റെ നേച്ചർ ചേഞ്ച് ചെയ്യും. ആ ഒരു പ്രോസസ്സിന് മെറ്റാമോർഫിസം എന്ന് പറയുന്നു. When an existing rock gets subjected to increased temperature or change in stress and chemically active fluids, it undergo a slow but definite change in its original structure and chemical composition. A new rock sort formed is called metamorphic rock. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് കൊണ്ടോ സ്ട്രെസ്സിൻ്റെ ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള ഏതെങ്കിലും ഫ്ലൂയിഡിൻ്റെ ഇൻഫ്ലുവൻസോ കൊണ്ടോ അതിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഒരു റോക്കായിട്ട് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാമോർഫിക് റോക്കിൻ്റെ എക്സാമ്പിൾസ് മാർബിള്, സ്ലേറ്റ് ഒക്കെയാണ്. എ വെൽ നോൺ എക്സാമ്പിൾ ഫോർ മെറ്റാമോർഫിക് റോക്ക് ആർ മാർബിൾ ആൻഡ് സ്ലേറ്റ്. മാർബിൾ ഈസ് ഫോംഡ് ഇൻ ദ നാച്ചുറൽ എൻവയൺമെൻറ്റ് ബൈ വെരി ഗ്രാജുവൽ ഹീറ്റിംഗ് ഓഫ് സെഡിമെൻ്ററി റോക്ക്, ലൈംസ്റ്റോൺ in its natural environment. The heating may be caused by rise of magma from below in limestone area. Similarly, another sedimentary rock, shale, may be formed combined action of temperature, pressure and chemically active fluids that gets changed to metamorphic rock, slate. ഓക്കെ, അടുത്തത് സെക്കൻഡ് മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച്. ഓക്കെ, ഇപ്പോൾ ബേസ്ഡ് ഓൺ ദ കെമിക്കൽ കോമ്പോസിഷൻ, ഒരു സ്റ്റോണിൻ്റെ അകത്തുള്ള കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് റോക്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മാറ്റർ പ്രസൻറ്റ് ഇൻ സ്റ്റോൺ. ഒരു സ്റ്റോണിൻ്റെ അകത്ത് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ കെമിക്കൽ മാറ്റർ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റോക്കിനെ സിലീഷ്യസ് റോക്ക്, ആർജിലേഷ്യസ് റോക്ക്, കാൽഗേരിയസ് റോക്ക് എന്ന 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തത് സിലീഷ്യസ് റോക്ക്. പേരിൽ നിന്ന് തന്നെ കിട്ടും, സിലീഷ്യസ് റോക്കിൽ സിലിക്ക കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതിൻ്റെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള കെമിക്കൽ കണ്ടൻറ്റ് സിലിക്ക ആയിരിക്കും. ഇൻ സിലീഷ്യസ് റോക്ക് ആർ ദ സെഡിമെൻ്ററി റോക്ക് ദാറ്റ് ഹാവ് സിലിക്ക ആസ് ദ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്. ഇപ്പോൾ ആക്ച്വലി സിലീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ സെഡിമെൻ്ററി റോക്കാണ്. അതിനകത്തുള്ള പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് കെമിക്കൽ കണ്ടൻറ്റ് സിലിക്ക ആണ്. ഇനി സിലീഷ്യസ് റോക്സ് ആർ വെരി ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ. സിലീഷ്യസ് റോക്ക് നല്ല ഹാർഡും ആയിരിക്കും, ഡ്യൂറബിൾ ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും. These rocks are also not affected by any external agency. അതായത് നാച്ചുറൽ ഏജൻസി ആയിട്ടുള്ള സൺലൈറ്റ്, അതായത് ഹീറ്റിംഗ്, ഗ്ലേഷ്യസ്, റെയിൻഫോൾ, സ്നോ ഒന്നും ഈ ഒരു സിലീഷ്യസ് റോക്കിനെ എഫക്റ്റ് ചെയ്യത്തില്ല. However, സിലിക്ക ഡിസിൻറ്റഗ്രേറ്റ് ഈസിലി ഇൻ കോമ്പിനേഷൻ വിത്ത് വീക്കർ മെറ്റീരിയൽ. ഇപ്പോൾ സിലിക്ക കണ്ടൻറ്റ് ഉണ്ടെങ്കിലും സിലിക്ക കണ്ടൻറ്റ് വീക്കർ മെറ്റീരിയലോ ആയിട്ടുള്ള കോമ്പിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും സിലീഷ്യസ് റോക്ക്. ഓക്കെ, ദസ് ടു ബി ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ദീസ് റോക്ക് ഷുഡ് കണ്ടെയ്ൻ മാക്സിമം എമൗണ്ട് ഓഫ് ഫ്രീ സിലിക്ക. അപ്പോൾ ഈ സിലീഷ്യസ് റോക്ക് നല്ല ഹാർഡും ഡ്യൂറബിളും ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഫ്രീ സിലിക്ക കണ്ടൻറ്റ് കൂടുതലായിരിക്കണം. ടു ബി ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ദീസ് റോക്ക് ഷുഡ് കണ്ടെയ്ൻ മാക്സിമം എമൗണ്ട് ഓഫ് ഫ്രീ സിലിക്ക. അതായത് മറ്റ് മെറ്റീരിയൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള സിലിക്ക അല്ല, പ്യുവർ ആയിട്ടുള്ള ഫ്രീ സിലിക്ക കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഇതെപ്പോഴും ഹാർഡും ഡ്യൂറബിളും ആയിട്ട് സ്റ്റേ ചെയ്യും. ഓക്കെ, സിലീഷ്യസ് റോക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്, സാൻഡ്സ്റ്റോൺ. അടുത്തത് കെമിക്കൽ ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തതാണ് ആർജിലേഷ്യസ് റോക്ക്. ഓക്കെ, ഇതിൻ്റെ അകത്ത് മെയിൻ കണ്ടൻ്റ് ആയിട്ട് വരുന്നത് ക്ലേ ആണ്. അപ്പോൾ ആർജിലേഷ്യസ് റോക്സ് ആർ ദോസ് ഹാവ് ക്ലേ ആസ് ദ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കെമിക്കൽ കമ്പോണൻറ്റ് ക്ലേ ആയിരിക്കും. ആർജിലേഷ്യസ് റോക്കിൻ്റെ പെക്യുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെൻസ് ആയിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും, അതുപോലെ സോഫ്റ്റും ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് സ്ലേറ്റ്സും ലാട്രൈറ്റ്സും ആണ്. സ്ലേറ്റും ലാട്രൈറ്റും. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് കെമിക്കലിൽ തേർഡ് വൺ കാൽഗേരിയസ് റോക്സ്. കാൽഗേരിയസ് റോക്സ് ആർ ദോസ് ഹാവ് കാൽസ്യം കാർബണേറ്റ് ആസ് ദ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്. കാൽസ്യം കാർബണേറ്റ് ആയിരിക്കും അതിൻ്റെ അകത്ത് പ്രിഡോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് സിലീഷ്യസ് റോക്കിൻ്റെ അകത്ത് സിലിക്ക ആയിരുന്നു, ആർജിലേഷ്യസിൻ്റെ അകത്ത് ക്ലേ ആയിരുന്നു. മൂന്നാമത്തത് കാൽഗേരിയസ് റോക്കിൻ്റെ അകത്ത് കാൽസ്യം കാർബണേറ്റ് ആണ് അതിൻ്റെ അകത്തുള്ള പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷൻ. The durability of these rocks depends on the constituent present in the surrounding environment.
അപ്പോൾ ഈ ഒരു കാൽഗേരിയസ് റോക്കിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ് എൻവയൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ സറൗണ്ടിങ് എൻവയൺമെൻറ്റിൽ റിവർ ആണോ ട്രീസ് ആണോ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഡ്യൂറബിലിറ്റി. കാൽഗേരിയസ് റോക്സിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ലൈംസ്റ്റോൺ, മാർബിൾ, ഡോളമൈറ്റ്. ഇത് മൂന്നുമാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ്. അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്ട്രക്ചർ. റോക്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്ട്രാറ്റിഫൈഡ് റോക്ക്, അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്, ഫോളിയേറ്റഡ് റോക്ക്. അപ്പോൾ ആദ്യം തന്നെ സ്ട്രാറ്റിഫൈഡ് റോക്ക്. സ്ട്രാറ്റിഫൈഡ് റോക്സ് ആർ ദോസ് ഹാവ് ലെയർഡ് സ്ട്രക്ചേഴ്സ്. ഇതേപോലെ ലെയർ ബൈ ലെയർഡ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള റോക്സിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത്. ദീസ് റോക്ക് പ്രോസസ് പ്ലെയിൻസ് ഓഫ് ക്ലീവേജ് ഓർ സ്ട്രാറ്റിഫിക്കേഷൻ. ഈ റോക്കിന് ഇതേപോലെ പ്ലെയിൻസ് ഓഫ് ക്ലീവേജ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലെയിൻ ഫോർമേഷൻ ഉണ്ടാവും അതിൻ്റെ സർഫസിൽ. ദീസ് റോക്സ് ക്യാൻ ബി ഈസിലി സ്പ്ലിറ്റ് അപ്പ് അലോങ് എ പ്ലെയിൻ. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് ലെയർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു റോക്കിനെ നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ട് അടർത്തിയെടുക്കാൻ പറ്റും. അടുത്തത് സ്ട്രാറ്റിഫൈഡ് റോക്സിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ സെഡിമെൻ്ററി റോക്കാണ്. സെഡിമെൻ്ററി റോക്സ് എല്ലാം സ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ്. അതിൻ്റെ അകത്ത് വരുന്ന 1-2 എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, സ്ലേറ്റ്. ഇതെല്ലാം സ്ട്രാറ്റിഫൈഡ് റോക്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്തത് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ്. എന്ത് പറയാം? ദീസ് റോക്സ് ആർ നോട്ട് സ്ട്രാറ്റിഫൈഡ്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് അല്ലെന്ന് പറയുമ്പോൾ അതിനൊരു കോമൺ പ്ലെയിൻ ഉണ്ടാവില്ല. അതിന് സിഗ്സാക്ക് ആയിട്ട് പല രീതിയിലുള്ള പ്ലെയിൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു കോമൺ സ്ട്രാറ്റിഫൈഡ് പ്ലെയിൻ ആയിരിക്കില്ല, ഇറഗുലർ സ്ട്രാറ്റിഫൈഡ് പ്ലെയിൻസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ദീസ് റോക്സ് ആർ നോട്ട് സ്ട്രാറ്റിഫൈഡ്. ദീസ് റോക്സ് ആർ ക്രിസ്റ്റലൈൻ ഗ്രാനുലർ ഓർ കോമ്പാക്ട് ഗ്രാനുലർ. അപ്പോൾ അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ഒന്നെങ്കിൽ ക്രിസ്റ്റലൈൻ ഗ്രാനുലർ സ്ട്രക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പാക്ട് ഗ്രാനുലർ സ്ട്രക്ചർ ആയിരിക്കും. അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആർ മോസ്റ്റ് ഓഫ് ഇഗ്നിയസ് rocks of volcanic activity and sedimentary rocks affected by movement of earth. അപ്പോൾ യൂഷ്വലി അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾക്കാനിക് ആക്ടിവിറ്റിയുള്ള ഇഗ്നിയസ് റോക്സ് ആവാം, അല്ലെങ്കിൽ എർത്തിൻ്റെ മൂവ്മെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സെഡിമെൻ്ററി റോക്ക് ആവാം. അൺസ്ട്രാറ്റിഫൈഡ് റോക്സിൻ്റെ എക്സാമ്പിൾസ് ഗ്രാനൈറ്റ്, മാർബിൾ, ട്രാപ്പ്. ഇത് മൂന്നുമാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സിൻ്റെ എക്സാമ്പിളായിട്ട് വരും. അടുത്തത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിലെ തേർഡ് വൺ, ഫോളിയേറ്റഡ് റോക്ക്. ഫോളിയേറ്റഡ് റോക്ക് ഹാസ് എ ടെൻഡൻസി ടു സ്പ്ലിറ്റ് അലോങ് എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഓൺലി. ഇതൊരു ഡെഫിനിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ പ്ലെയിൻസ് പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പൊട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിലേ നമുക്ക് ഇതിനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. വേറെ ഒരു ഡയറക്ഷനിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. യൂഷ്വലി മെറ്റാമോർഫിക് റോക്കിനെയാണ് നമ്മൾ ഫോളിയേറ്റഡ് റോക്കിൽ പറയുന്നത്. മെറ്റാമോർഫിക് റോക്സ് എല്ലാം ഫോളിയേറ്റഡ് റോക്സും ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ജെനിസ്, ഫിയലൈറ്റ്, ഷിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺസ് ആണ് പറഞ്ഞത്. ഇനി അടുത്തത് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ. ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം? എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് പോസസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. നമ്പർ 1, a good building stone should have a minimum crushing strength of 100 Newton/mm². അപ്പോൾ ഒരു നല്ല ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ആണ് പറയുന്നത് 100 Newton/mm² ആയിരിക്കണം അതിൻ്റെ മിനിമം ക്രഷിംഗ് വാല്യൂ. അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് 100 Newton/mm² ആയിരിക്കണം. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ഹാവ് എ സഫിഷ്യൻറ്റ് ഹാർഡ്നെസ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് മിനിമം 14 ഉണ്ടാവണം. നല്ല രീതിയിൽ ഹാർഡായിരിക്കണം ആ സ്റ്റോൺ. തേർഡ് പോയിന്റ്, ഇറ്റ് ഷുഡ് ഹാവ് ഹൈ റെസിസ്റ്റൻസ് ടു വെയർ ആൻഡ് ടെയർ. Fourth point, the specific gravity of a good building stone should be greater than 2.7. അപ്പോൾ നല്ല ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 2.7 കൂടുതലായിരിക്കണം. ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് ഷുഡ് ഹാവ് എ ഹൈ ഇമ്പാക്റ്റ് വാല്യൂ. ബ്രാക്കറ്റിൽ ടഫ്നെസ് ഇൻഡെക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 13. ടഫ്നെസ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഇമ്പാക്ട് ഈസ് നോൺ ആസ് ടഫ്നെസ്. ഇപ്പോൾ ടഫ്നെസ് ഇൻഡെക്സ് 13 കൂടുതലായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ഹൈ ഇമ്പാക്റ്റ് വാല്യൂ. നല്ല ഇമ്പാക്റ്റ് വാല്യൂ ഉണ്ടാവും. സിക്സ്ത് പോയിന്റ്, ഇറ്റ് ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ. ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ആഫ്റ്റർ 24 hours ഷുഡ് ബി 0.6. അപ്പോൾ സ്റ്റോണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പാടില്ല. ഇനി അലവബിൾ ആയിട്ടുള്ള പെർസെൻറ്റേജ്, വാട്ടർ അബ്സോർപ്ഷൻ്റെ പെർസെൻറ്റേജ് ഇവിടെ പറയുന്നുണ്ട്
24 hours നമ്മൾ ആ സ്റ്റോണിനെ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ 0.6%-നേക്കാളും താഴെ ആയിരിക്കും. 7th point, it should have suitable texture for carving and dressing. അതിന് നമുക്ക് കട്ട് ചെയ്യാനും സർഫസ് സ്മൂത്തൻ ചെയ്യാൻ അതിനാണ് നമ്മൾ കർവിങ് ആൻഡ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്സ്ചർ അവൈലബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ. ഇനി അതിൽ പറയുന്നത് ഇഗ്നിയസ് ആൻഡ് മെറ്റാമോർഫിക് സ്റ്റോൺസ് ആർ മോർ ഡ്യൂറബിൾ ദാൻ സെഡിമെൻ്ററി. ഇപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള 3 സ്റ്റോണാണ് ഇഗ്നിയസും മെറ്റാമോർഫിക്കും സെഡിമെൻ്ററി. അപ്പോൾ അത് 3 എടുത്തിട്ടുണ്ടെങ്കിൽ ഇഗ്നിയസും മെറ്റാമോർഫിക്കും കുറച്ചുകൂടി ഡ്യൂറബിൾ ആണ് സെഡിമെൻ്ററി റോക്കിനെക്കാളും, അതായത് ലോങ് ലാസ്റ്റിംഗ് ആണ്. 9th point, it should have good crystalline structure and better appearance. സ്റ്റോൺസിൽ നല്ല ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും നല്ല അപ്പിയറൻസ് ലുക്കുള്ള സ്റ്റോൺസും ആയിരിക്കണം. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ഹാവ് ഗുഡ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് വെതറിങ് ഏജൻസി ലൈക്ക് റെയിൻ, ഫ്രോസ്റ്റ്, വിൻഡ്. അപ്പോൾ ഇത് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലായിട്ടല്ല യൂസ് ചെയ്യുന്നത് സ്റ്റോണൊക്കെ. അപ്പോൾ അതിനെന്തായിരിക്കണം, വെതറിങ് ഏജൻസി അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ല റെസിസ്റ്റൻസ് ഉണ്ടാവണം. ഏതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട്? നമുക്ക് കിട്ടുന്ന റെയിന്, ഫ്രോസ്റ്റ്, വിൻഡ്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നല്ല റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവണം. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ഒരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് കോമൺ ബിൽഡിംഗ് സ്റ്റോൺസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയിരിക്കുന്ന സ്റ്റോൺസ് ഒക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ബിൽഡിംഗ് സ്റ്റോൺസ് ഏതൊക്കെയാണ്, അതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ഈസ് ആൻ ഇഗ്നിയസ് റോക്ക് ആൻഡ് ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ. മോസ്റ്റ് ഓഫ് ദീസ് റോക്സ് പോസസ് എക്സലൻറ്റ് ബിൽഡിംഗ് പ്രോപ്പർട്ടി ലൈക്ക് ഹൈ സ്ട്രെങ്ത്, ലോ abrasion value, good resistance to frost and other weathering agency, and are available in different appealing colors. അപ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഇഗ്നിയസ് റോക്സ് ആണ്, ഹാർഡും ഡ്യൂറബിളും ആണ്. ഇനി ഗ്രാനൈറ്റ് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അതിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്, അബ്രേഷൻ വാല്യൂ വളരെ ചെറുതാണ്, പിന്നെ വെതറിങ് ഏജൻസീസിനെ നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യും. അതേപോലെ അത് പല കളറിൽ തിളങ്ങുന്ന അപ്പീലിംഗ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫേസിംഗ് വർക്ക്, വാൾസ്, ബ്രിഡ്ജ് പിയേഴ്സ്, കോളംസ്, സ്റ്റെപ്സ് എക്സെട്ര. അപ്പോൾ ഗ്രാനൈറ്റ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ വീട്ടിൽ സ്റ്റെപ്പിലും റൂംസിലൊക്കെ നമ്മൾ ഗ്രാനൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫേസിംഗ് വർക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്, വാൾസിൽ ഭിത്തിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ബ്രിഡ്ജിൻ്റെ കൈവരി പിയേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ കോളംസിലും സ്റ്റെപ്സിലും ഒക്കെ നമ്മൾ ഈ ഗ്രാനൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് വെർ വെയ്റ്റ് ആൻഡ് ഡ്യൂറബിലിറ്റി ആർ എസെൻഷ്യൽ. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ടൈപ്പ്, ലാറ്ററൈറ്റ്. Laterite is a sedimentary rock found in hot and wet tropical areas which is enriched in iron and aluminium and developed by intensive and long-lasting weathering of the underlying parent rock. അപ്പോൾ ഇത് ഫുള്ളൊന്നും നിങ്ങൾ പഠിക്കുന്നില്ല. സിമ്പിളായിട്ട് ലാറ്ററൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി സെഡിമെൻ്ററി റോക്കാണ്. അത് ഹോട്ടും നല്ല വെറ്റും ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഏരിയാസിലാണ് നമ്മൾ കാണുന്നത്. മോറോവർ, many laterites contain quartz as relatively stable relic mineral ഫ്രം ദ പാരന്റ് റോക്ക്. അപ്പോൾ ഒരുപാട് ലാറ്ററൈറ്റ്സിൽ അതിൻ്റെ മെയിൻ കണ്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ക്വാർട്സ് ആണ്. ദ അയൺ ഓക്സൈഡ്, ജിയോടൈറ്റ് ആൻഡ് ഹേമറ്റൈറ്റ് കോസ് ദ റെഡിഷ് കളർ ഫോർ ലാറ്ററൈറ്റ്. ഇപ്പോൾ ഈ ലാറ്ററൈറ്റിൻ്റെ റെഡിഷ് കളറിന് കാരണമാകുന്നത് ഓക്സൈഡ്സ് ഓഫ് ജിയോടൈറ്റും ഹേമറ്റൈറ്റുമാണ്. ദീസ് സ്റ്റോൺസ് ആർ കട്ട് ഫ്രം ക്വാറീസ് ഇൻ ടു ബ്ലോക്സ്. അപ്പോൾ ഈ റോക്സ് നമ്മൾ ക്വാറീസിൽ വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. This should be seasoned for 1 or 2 months to develop hard. ഇതിനെ നമ്മൾ ഒരുപാട് തവണ പല ട്രീറ്റ്മെൻറ്റും കൊടുത്താലേ, സീസൺ ചെയ്താലേ, ഒരുപാട് തവണയെന്ന് പറഞ്ഞാൽ 1 to 2 months 2 മാസം വരെ സീസൺ ചെയ്തെടുത്ത് കഴിഞ്ഞാലേ അതിന് നല്ല ഹാർഡ് സർഫസ് കിട്ടുള്ളൂ. ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ 1.8 to 3.2 Nm² ആണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത്. ഇനി ലാറ്ററൈറ്റിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാറ്ററൈറ്റ് സ്റ്റോൺസ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ മേസൺറി വർക്ക്. മേസൺറി വർക്കിനാണ് നമ്മൾ കൂടുതലായിട്ട് ലാറ്ററൈറ്റ് യൂസ് ചെയ്യുന്നത്. മേസൺറി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്ക് അടുക്കി വെക്കുന്നത് ബ്രിക്ക് മേസൺറി, സ്റ്റോൺ അടുക്കി വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് സ്റ്റോൺ മേസൺറി എന്ന് പറയും. മെനി ഓഫ് ദ മേസൺറി ബോൺസ് വിച്ച് ആർ പോസിബിൾ വിത്ത് ബ്രിക്സ് ആർ ഓൾസോ ഡൺ വിത്ത് ലാറ്ററൈറ്റ് സോയിൽ. ഇപ്പോൾ നമ്മൾ ബ്രിക്ക് വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ ടൈപ്പ് മേസൺറി വർക്കും നമ്മൾ ലാറ്ററൈറ്റ് സ്റ്റോൺ വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഓക്കെ, മൂന്നാമത്തത് ലൈം സ്റ്റോൺ. They are sedimentary rock composed mainly of calcium carbonate. They are not useful as building stone. അപ്പോൾ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അത് സെഡിമെൻ്ററി റോക്കാണ്. അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള കണ്ടൻറ്റ് കാൽസ്യം കാർബണേറ്റ് ആണ്. ഇത് ബിൽഡിംഗ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ അതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. They are used as a road aggregate for construction, floors, steps, walls, etc. Limestone is also used for manufacture of cement and lime.
ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യാറില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. റോഡിൻ്റെ അകത്ത് നമ്മൾ ടാർ ചെയ്യുമ്പോൾ ഇടുന്ന കല്ലില്ലേ, അതാണ് ഈ ശരിക്കും ലൈം സ്റ്റോൺ. അതേപോലെ ഫ്ലോറിൻ്റെ കൺസ്ട്രക്ഷനും സ്റ്റെപ്പിൻ്റെ കൺസ്ട്രക്ഷനും വാൾസിൻ്റെ ഭിത്തിയുടെ കൺസ്ട്രക്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി ലൈം സ്റ്റോൺ ആൾസോ യൂസ്ഡ് ഫോർ സിമെൻറ്റിൻ്റെയും ലൈമിൻ്റെയും മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈം സ്റ്റോൺ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ടൈപ്പ് സാൻഡ് സ്റ്റോൺ. ദീസ് ആർ സെഡിമെൻ്ററി റോക്ക് ആൻഡ് കൺസിസ്റ്റ് മെയിൻലി ഓഫ് ക്വാർട്സ്. സാൻഡ് സ്റ്റോൺ occur in many colors. The most suitable and durable type is that which is light colored, having silica, cement and homogeneous compact texture. അപ്പോൾ സാൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാലും അതൊരു ടൈപ്പ് ഓഫ് സെഡിമെൻ്ററി റോക്കാണ്. അതിനകത്ത് മെയിനായിട്ടുള്ളത് കോഡ്സാണ്. സാൻഡ് സ്റ്റോൺ പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് മോസ്റ്റ് സ്യൂട്ടബിളുമാണ്, ഡ്യൂറബിളുമാണ്, ലൈറ്റ് കളറിൽ നമുക്ക് അവൈലബിളുമാണ്. ഓക്കെ, ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എസ് സ്റ്റെപ്സ്, ഫ്ലോർ, ഫേസിംഗ് വർക്ക്, കോളം. അപ്പോൾ സ്റ്റെപ്പിൻ്റെ വർക്കിന്, ഫ്ലോറിൻ്റെ വർക്കിന്, ഫേസിംഗ് വർക്കിന്, കോളത്തിൻ്റെ വർക്കിനൊക്കെ നമുക്ക് ഈ സാൻഡ് സ്റ്റോൺ യൂസ് ചെയ്യാം. അടുത്ത ടൈപ്പ് എന്ന് വെച്ചാൽ മാർബിൾ. നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. ദീസ് ആർ മെറ്റാമോർഫിക് റോക്സ് ആൻഡ് ഹാവ് ബീൻ ഫോംഡ് ഫ്രം ലൈം സ്റ്റോൺ അണ്ടർ ഹൈ പ്രഷർ. അപ്പോൾ ഇത് ആക്ച്വലി മെറ്റാമോർഫിക് റോക്കാണ്. ഇപ്പോൾ മെറ്റാമോർഫിക് റോക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇഗ്നിയസും സെഡിമെൻ്ററി റോക്കിൻ്റെ അകത്ത് എന്തെങ്കിലും ടെമ്പറേച്ചർ ചേഞ്ചോ പ്രഷർ ചേഞ്ചോ കൊടുക്കുമ്പോഴാണ് ഈ മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബേസിക്കലി മാർബിൾ എന്ന് വെച്ചാൽ മെറ്റാമോർഫിക് റോക്കാണ്. ഇത് ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മെറ്റാമോർഫിക് റോക്കാണ്. അതിനെ ഹൈ പ്രഷറിൽ കടത്തി വിടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മാർബിൾ. മാർബിൾസ് വേരി ഗ്രേറ്റ്ലി ഇൻ കളർ, സ്ട്രക്ചർ ആൻഡ് ടെക്സ്ചർ. മാർബിൾസ് ഒരുപാട് കളറിലും സ്ട്രക്ചറിലും ടെക്സ്ചറിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ യൂസ് നോക്കാം. മാർബിൾസ് ആർ യൂസ്ഡ് ബോത്ത് അസ് ആൻ ഓർണമെൻ്റൽ സ്റ്റോൺ ആൻഡ് അസ് എ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. മാർബിൾസ് ഒരു ഓർണമെൻ്റൽ സ്റ്റോൺ ആയിട്ട്, വില കൂടിയ ഓർണമെൻ്റൽ സ്റ്റോൺ ആയിട്ട്, പിന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആസ് ദീസ് സ്റ്റോൺസ് ക്യാൻ ടേക്ക് ബ്രില്യൻ പോളിഷ് ആർ യൂസ്ഡ് എക്സസീവ്ലി ഫോർ ഫ്ലോറിംഗ്. ഈ മാർബിൾ നമുക്ക് നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ യൂഷ്വലി നമ്മൾ ഫ്ലോറിങ്ങിനായിരിക്കും മാർബിൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ബസാൾട്ട് ആൻഡ് ട്രാപ്പ്. ദീസ് ആർ ഇഗ്നിയസ് റോക്സ് ആൻഡ് ജനറലി ഹെവിയർ ആൻഡ് ഡാർക്കർ ദാൻ ഗ്രാനൈറ്റ്സ് ആൻഡ് ഓൾസോ സ്ട്രോങ്ങർ ബട്ട് മേ കണ്ടെയ്ൻസ് ക്യാവിറ്റീസ് ആൻഡ് പോർസ് വിത്തിൻ ദം. അപ്പോൾ ബസാൾട്ടും ട്രാപ്പും മെയിൻലി ഇഗ്നിയസ് റോക്സ് ആണ്. ഇത് നല്ല രീതിയിൽ ഹെവിയറുമാണ്, ഡാർക്കുമാണ് ഗ്രാനൈറ്റിനേക്കാൾ. ഗ്രാനൈറ്റ് നമുക്കറിയാം നല്ല ഡാർക്കിഷ് കളറാണ്, അപ്പോൾ അതിനേക്കാളും ഹെവിയറും ഡാർക്കറുമാണ്. അതേപോലെ നല്ല രീതിയിൽ സ്ട്രോങ്ങറുമാണ്. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ക്യാവിറ്റീസും കുഞ്ഞു കുഞ്ഞു പോറസ് ഹോൾസും കാണാൻ പറ്റും. അപ്പോൾ ബസാൾട്ടിൻ്റെ ട്രാപ്പിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ദേ ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ റബിൾ മേസൺറി, ഫൗണ്ടേഷൻ വർക്ക്, റോഡ് കൺസ്ട്രക്ഷൻ. ബസാൾട്ടും ട്രാപ്പും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് റബിൾ മേസൺറി, നമ്മുടെ സാധാരണ ബൗണ്ടറി വാൾസൊക്കെ കെട്ടാനും ഫൗണ്ടേഷൻ അടിത്തറ കെട്ടാനും പിന്നെ റോഡിൻ്റെ കൺസ്ട്രക്ഷനൊക്കെയാണ് നമ്മൾ ഈ ഒരു ബസാൾട്ടും ട്രാപ്പും യൂസ് ചെയ്യുന്നത്. 7th one, slate. Slate is a metamorphic rock and split into 3 sheets having smooth surface along the natural bedding plane. ഓക്കെ, സ്ലേറ്റ് എന്ന് വെച്ചാൽ മെറ്റാമോർഫിക് റോക്കാണ്. അത് നമുക്ക് 3 ഷീറ്റായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ its use is limited to roofing purpose for ordinary buildings or as paving stones or as a insulation material. ഇപ്പോൾ യൂഷ്വലി നമ്മളിത് ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് റൂഫിംഗ് പർപ്പസിനാണ്. പിന്നെ സ്റ്റോൺ പേവിങ്, തറയിൽ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൈലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന പേവിങ് സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അടുത്ത 8th one, ജീനിയസ്. This is a metamorphic rock and closely resembles to granite in its building property. Sometimes it may be rich in mica and useless as building stone. ജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മെറ്റാമോർഫിക് റോക്കാണ്. അത് ഏകദേശം ഗ്രാനൈറ്റ് പോലെ ഇരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഗ്രാനൈറ്റ് പോലെ ഇരിക്കും, പക്ഷേ അത് നമ്മൾ ബിൽഡിംഗ് സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ അതിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം. They can be used for street paving, rough stone masonry work. സ്ട്രീറ്റിലൊക്കെ നമ്മൾ തറയിൽ വിരിക്കുന്ന സ്റ്റോണായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. 9th one, കൺകർ. കൺകർ ഈസ് എ സെഡിമെൻ്ററി റോക്ക് ആൻഡ് ഈസ് എ ഫോം ഓഫ് ഇംപ്യൂർ ലൈം സ്റ്റോൺ. അപ്പോൾ കൺകർ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് സെഡിമെൻ്ററി റോക്കാണ്. ആക്ച്വലി ലൈം സ്റ്റോണിൻ്റെ ഒരു ഇംപ്യൂർ ഫോമിനാണ് നമ്മൾ കൺകർ എന്ന് പറയുന്നത്. അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് എസ് റോഡ് മെറ്റൽ ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഹൈഡ്രോളിക് ലൈം. ഇത്
ഒരു റോഡ് മെറ്റലായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഹൈഡ്രോളിക് ലൈമിൻ്റെ മാനുഫാക്ചറിന് വേണ്ടി. ലാസ്റ്റ് വൺ ക്വാർട്സൈറ്റ്. സിലീഷ്യസ് സാൻഡ്സ്റ്റോൺസ് അണ്ടർ ദി ആക്ഷൻ ഓഫ് മെറ്റാമോർഫിസം ഈൽഡ്സ് ക്വാർട്സ്. അപ്പോൾ സിലീഷ്യസ് ആയിട്ടുള്ള സാൻഡ്സ്റ്റോൺ മെറ്റാമോർഫിസം വഴി അത് ക്വാർട്സ് ആയിട്ട് മാറും. ഇറ്റ് ഈസ് വെരി ഡെൻസ് ആൻഡ് സ്ട്രോങ് സ്റ്റോൺ വിത്ത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അപ്പോൾ ഈ ക്വാർട്സൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡെൻസും സ്ട്രോങ്ങറും ആയിട്ടുള്ള സ്റ്റോണാണ്. അതിൻ്റെ സ്ട്രക്ചർ ക്രിസ്റ്റലൈനുമാണ്. ഇതിൻ്റെ യൂസസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റബിൾ മേസണറി ആൻഡ് ആസ് അഗ്രിഗേറ്റ് ഫോർ കോൺക്രീറ്റ്. ഇത് നമ്മൾ റബിൾ മേസണറി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്തിടുന്ന കല്ല്, അതിനാണ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ അകത്ത് ഉള്ള അഗ്രിഗേറ്റ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ സ്റ്റോൺസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ക്വാളിറ്റീസ് ഓഫ് സ്റ്റോണും പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ യൂസസുമാണ്. പിന്നെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചായിരുന്നു. അത് റെയറായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിലും ഇതിനകത്തുള്ള ഓരോ ഹെഡിങ്ങിൻ്റെ കീഴിലുള്ള മിനിമം 3 പോയിൻറ്റ്സ് നിങ്ങൾ ബ്രീഫ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.